ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു കല്യാണത്തിന് പോവാണ് കേട്ടോ. കഴിഞ്ഞ് നമുക്ക് വയനാട് ചെറിയ ട്രിപ്പും പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണത്തിലൊക്കെ എത്തിയിട്ട് ഇതാക്കണേ, കുട്ടികൾ ഇങ്ങനെ ജ്യൂസും പായസവും എന്തൊക്കെയോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം. നല്ല അടപ്രഥമൻ തന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കുടിച്ച് ജ്യൂസും റിഫോയുടെ മറ്റേ ചോളാപ്പൊരിയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ ഒരു കാക്ക ഇങ്ങനെ ഇതേപോലെ ബലൂണൊക്കെ കുട്ടികൾക്ക് വെറുപ്പിച്ച് പല മോഡലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളത് ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. പിന്നെ ഇതാക്കണ നല്ല ഐസ്ക്രീമും അതുപോലെ ബ്രൗണിൻ്റെ കേക്കും കേട്ടോ. അപ്പം അത് എല്ലാവർക്കും നമുക്ക് ഇഷ്ടമില്ലാത്ര കഴിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ കുട്ടികൾ 2-3 വട്ടം വാങ്ങി കഴിച്ചു. അവരൊക്കെ പിന്നെ ചോറ് ഇതൊന്നുമല്ലല്ലോ, അവർക്ക് ഇതൊക്കെ അല്ലേ ഇതിൻ്റെ ഈ ഐസ്ക്രീം കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് അവർക്ക് വേണ്ടിയത്. പിന്നെ നമ്മളെ ഹോൾക്ക് കയറിയിട്ടോ. പെരിന്തൽമണ്ണയായിരുന്നു കല്യാണം. അങ്ങനെ അവിടുന്ന് അവരിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണമൊക്കെ ജസ്റ്റ് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ല സുറുബിയാൻ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചിക്കൻ സുറുബിയാൻ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതാക്കണ സ്റ്റേജിൽ കയറിയിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ വേറെ ആൾക്കാർ എടുക്കണോണ്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ട്രിപ്പ് പോവാണ് കേട്ടോ, വയനാട്. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലാണ് കേട്ടോ. നമ്മളൊന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ വൈത്തിരിയിലുള്ള ഒരു വില്ലയാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേനെ കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വൈത്തിരിയിലുള്ള നമ്മുടെ വില്ലയിലെത്തിട്ടോ. കുട്ടികളൊക്കെ പൂളൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ വയനാട്ടിലൊരു വില്ലയിലേക്കാണ് കേട്ടോ. നല്ല അടിപൊളി വില്ലയാണ്, കുറേ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വില്ലയാണ് കേട്ടോ. നമ്മളെ ഓൾഡ് വൈത്തിരിയിലാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ ഇതിപ്പോൾ ഒരു റൂമാണ് കേട്ടോ. ഇപ്പോൾ ഇതാക്കണതിൽ നല്ല ചെറിയൊരു ഹോള്, അതുപോലെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതാ റൂം, അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതാക്കുന്നത് വേറൊരു റൂമാണ്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു പൂളുണ്ട് കേട്ടോ അവിടെ. അതിൽ കുട്ടികൾക്ക് അതാക്കണ അവർക്ക് വേറെ പോർഷൻ ഉണ്ട്, നമുക്ക് വലിയ ആൾക്കാർക്ക് വേറെ പോർഷൻ. അങ്ങനെ നല്ല സേഫായിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. പിന്നെ ഇതാക്കണ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് നമുക്ക് ആടാൻ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറച്ച് ഐറ്റംസുകളുണ്ട്. അപ്പോൾ ഇതാക്കണ മുകളിൽ കുറേ റൂമുകളുണ്ട്. ആ 2 സൈഡിലായിട്ട് ഒരുപാട് റൂംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. നല്ല പോത്തുംകാൽ ഉണ്ടായിരുന്നു, നല്ല വയനാടൻ സ്പെഷ്യൽ. കുട്ടികളവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ കേട്ടോ. എനിക്കിങ്ങനെ തണുത്തിട്ട് ചാടാൻ മടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇതാക്കണ ഇവരിവിടെ നീന്തി കളിക്കുകയാണ് കേട്ടോ. ഞാൻ ഇറങ്ങിയിട്ടില്ല, എനിക്ക് തണുപ്പായോണ്ട് ഇറങ്ങാൻ മടി. റിതുട്ട് എന്താക്കണേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി. എങ്ങനെ ഉണ്ടായിനി? അടിപൊളിയാ? ഇനി രാവിലെ ഇറങ്ങണ്ടോ? ഓക്കെ, സെറ്റ്. ഇവിടെ ഇഷ്ടമായി എനിക്ക്?
കുട്ടികളെ മതി മതി ഇനി കയറിക്കോളിട്ട് പോവാണ്. പോണ്ടേ? ഓനാദ്യമായിട്ട് കയറി കളിച്ചിട്ട് ഋതു പിന്നെ നമുക്ക് പാട്ടൊക്കെ പാടണമെങ്കിൽ അതിന്റെ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു പാട്ടൊക്കെ പാടുക, കോപ്പിറൈറ്റ് വരും വെച്ചിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കി വിട്ടാണ്. അങ്ങനെ നമ്മള് വില്ലേന്നൊക്കെ ഇറങ്ങി നമ്മൾ പോണത് ചൂരൽമലയിലേക്കാണ്. അപ്പൊ അവിടേക്ക് പോകുമ്പോ ഒരു സങ്കടം തന്നെയാണ്. അവിടെ കാണുമ്പോഴൊക്കെ നമുക്ക് ഇടങ്ങാറ് തന്നെയാണ്. കാരണം കുറെ ആൾക്കാർ മരിച്ചു വീണ മണ്ണാണ്. അപ്പൊ അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇടങ്ങാറ് തന്നെയാണ്. എന്നാലും ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കാണാൻ പോവാന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിന് കേട്ടോ. നമ്മളെ വൈത്തിരിയിൽ തന്നെ നല്ല നാടൻ ഭക്ഷണശാലയാണ്. കുറച്ച് പെണ്ണുങ്ങൾ കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ കയറിയത്. ഞങ്ങളൊക്കെ ബിരിയാണി കഴിച്ചു. ഫാദർ സാധാ വെറുംചോറും മീൻ പൊരിച്ചു കഴിച്ചിന് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചൂരൽമല ടൗണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ടൗണിൻ്റെ ഭാഗം തന്നെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പാലമുണ്ട്. അതേപോലെ ആ സ്കൂളൊക്കെ പൊളിഞ്ഞിട്ടുള്ള, അതായത് ഉരുൾപൊട്ടൽ പോയിട്ടുള്ള സ്കൂളിൻ്റെ ഭാഗമാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കണ്ണ് നിറയാതെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. കാരണം നമുക്ക് അത്ര ഇടങ്ങേറുണ്ട് ഈ ഒരു ഭാഗം കാണുമ്പോൾ. പിന്നെ നമ്മൾ എല്ലാവരും ഇങ്ങനെ പോയി കാണുന്നതുകൊണ്ട് ജസ്റ്റ് നമുക്ക് കാണാമെന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് പോയിട്ട് കണ്ടതാട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇടങ്ങാറാണ്. ടെറസിലുണ്ടാക്കിയാലോ ഓരോ പീസ് ഇങ്ങനെ ഇരുന്നിട്ട് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചാൽ അവിടെയാണെങ്കിൽ നല്ല പെരുമഴ തന്നെയായിരുന്നു കേട്ടോ. അതാക്കണം ഇപ്പം ഈ കാണുന്നത് അവിടെ ഒരു അലമാര, ഏതോ വീട്ടിലത്തെ അലമാരത്തെ പാത്രം കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇങ്ങനത്തെ അപകടം എവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ ആണ്. വീഡിയോ ആകുമ്പോൾ അങ്ങനെ നമ്മൾ മടങ്ങുന്ന വഴി നമ്മൾ താമരശ്ശേരി ചുരത്തുനിന്നാണ് കേട്ടോ. ജസ്റ്റ് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുക വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും ഫോട്ടോക്കൊക്കെ പോസ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ
കടക്കത്തിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറി കേട്ടോ. നമ്മൾ മസാല ദോശ, റിഫോന് പിന്നെ പൊറാട്ട തീർന്ന്, ഞങ്ങളൊക്കെ മസാല ദോശയാണ് കഴിക്കണത് കേട്ടോ. അപ്പം നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു, അത്യാവശ്യം നല്ലോണം കഴിക്കാനും ഉണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ബൈ.